പത്തനംതിട്ടൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നയന ഇങ്ങനെ ബാൽക്കണിയിൽ മുടിയൊക്കെ ചീവി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ആദർശ് വരുന്നുണ്ട്. അപ്പോൾ ആദർശ് വന്നിട്ട് നയനോട് പറയുന്നുണ്ട് താങ്ക്സ്. ഇത് കേട്ടിട്ട് എന്തെന്നില്ല സന്തോഷം വരികയാണ് നയനയ്ക്ക്. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ ആദർശ് ഏട്ടാ താങ്ക്സ് ഒക്കെ പറയുന്നത്? അതായത് അനി കവിത എഴുതുമെന്നൊന്നും എനിക്ക് വലിയ പിടിയൊന്നുമില്ലായിരുന്നു. അവനിലെ കവിയെ പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തതിന് ഞാൻ നിനക്കൊരു നന്ദിയെങ്കിലും പറയണ്ടേ? അപ്പോൾ ഇത് കേട്ട് സന്തോഷത്തോടെ നയനയും പറയുമാണ് തിരിച്ചൊരു താങ്ക്സ്. അപ്പം നയനയോട് ചോദിക്കും നീ എന്തിനാ എനിക്ക് താങ്ക്സ് പറഞ്ഞ്? അത് ആദർശേട്ടൻ എനിക്കൊരു താങ്ക്സ് തന്നില്ലേ, അപ്പം ഞാൻ തിരിച്ചൊരു താങ്ക്സ് തന്നതാണെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ആദർശിന് ചിരി വരും. എന്നിട്ട് ആദർശ് പറയും ഇതുപോലെ ഈ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട അനിയനാണ് അനി. അപ്പോൾ ഇത് കേട്ടിട്ട് നയനയും പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് അഭിക്കും അനിക്കും ആദർശേട്ടനെ വലിയ സ്നേഹമാണ് എന്ന് പറയുന്നു. തുടർന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇതുപോലെ ആ ക്ലയൻറ്റ് പറഞ്ഞതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള എലഗൻ്റായിട്ടുള്ള ഡിസൈൻ എടുത്ത് കാണിക്കുകയാണ് നയന. അപ്പോൾ ആദർശ് ആ ഡിസൈൻ നോക്കിയിട്ട് പറയുകയാണ് ഇത് പോരല്ലോ, ഇത് അവർക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇതത്ര സിമ്പിളല്ല, ഞാൻ അവരുദ്ദേശിച്ചത് ഈ ടൈപ്പല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് നയനയ്ക്ക് സങ്കടം വരും. നയന പറയും അങ്ങനെയല്ലല്ലോ, അവർ പറഞ്ഞത് അവർ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ ആദർശേട്ടൻ എന്നോട് പറഞ്ഞതുപോലെയുമാണ് ഞാൻ ഈ ഡിസൈൻ വരച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. എന്നാലും അത്രയൊന്നും പോരാ എന്ന് പറയുന്നു. അവ പറയും അതിൻ്റെ കാരണം അത് ഞാൻ ഇത്ര നാളായിട്ട് ഇത് കാണുന്നത്, അപ്പോൾ എനിക്കിത് കാണുമ്പോൾ അതിൻ്റെ കാരണമൊക്കെ മനസ്സിലാവില്ലേ എന്ന് പറയുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഈ ഡിസൈനൊക്കെ ചെയ്യുന്നതാണ്, അത് കല്യാണിക്കും കിരണിനും അറിയാവുന്ന കാര്യമാണ്. അവരോട് ചോദിച്ചാൽ പറയും നീ കല്യാണി ഇതിനിടയ്ക്കൊന്നും പിടിച്ചിടണ്ട, കല്യാണി ഒരു ബ്രില്യൻ്റ് ആണ്. കല്യാണിക്കും കിരണേട്ടനും എൻ്റെ ഡിസൈനൊക്കെ ഇഷ്ടമാണല്ലോ, അവർക്ക് എൻ്റെ കഴിവിനെ സമ്മതിക്കാൻ പറ്റും, ആദർശേട്ടന് മാത്രം എന്താണ് സമ്മതിക്കാൻ പറ്റാത്തതെന്ന് നയന ചോദിക്കുന്നു. ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, നീ വിഷമിക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല, നീ വരച്ച ഡിസൈന് വളരെ സിമ്പിളായിപ്പോയി, ഒരാഠ്യത്വത്തിൻ്റെ കുറവ് ഇതിനകത്തുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇതുപോലെ അബിയും പവിത്രയും വരയ്ക്കുന്നുണ്ടല്ലോ, അവരുടെ ഡിസൈൻ നോക്കിയിട്ട് നീ ഒന്ന് പഠിച്ചു നോക്ക്. എന്തായാലും നീ നാളെ ഓഫീസിലേക്ക് പോവാ, അവിടെ വന്നിട്ട് അവർ ചെയ്തേക്കുന്ന ഡിസൈനൊക്കെ കണ്ട് നീ പഠിക്കുക, അല്ലാതെ നീ വിഷമിക്കുകയൊന്നും വേണ്ട. എല്ലായ്പ്പോഴും എല്ലാവരും ജയിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ, അല്ലാതെ സങ്കടപ്പെടാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല. അതായത് അബിയും പവിത്രയും ഏറ്റെടുത്തിരിക്കുന്നത് ടാസ്ക് കൂടെ നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പം ഇത് കേട്ടിട്ട് നയന പറയും കമ്പനിയെ വിഴുങ്ങാൻ നോക്കിയിരിക്കുന്നവൻ്റെ കയ്യിൽ തന്നെ ഇതൊക്കെ കൊടുക്കണോ എന്ന് പറയും. അവൻ എൻ്റെ കമ്പനിയിലെ സ്റ്റാഫാണ്, അപ്പം ഞാൻ അവൻ അവസരം കൊടുത്തല്ലേ പറ്റത്തുള്ളൂ, അവനും നോക്കട്ടെ, അവനും ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്, അതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമല്ലോ എന്ന് ആദർശ് പറയുന്നു. എന്തായാലും നാളെ നമുക്ക് ഓഫീസിൽ നിന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ ആദർശ് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇത് മാത്രം എന്തോ ഒരു പോരായ്മയുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് ആദർശ് നയനയോട് പറയും ഇപ്പോഴും നിനക്കൊരു സംശയമുണ്ട്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ നിൻ്റെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് അന്നേരമുള്ള കാര്യമാണ് ആവശ്യം. കാരണം ഞാനൊരു ബിസിനസ്മാനാണ്, ഞാൻ ആ ഒരു മൈൻഡിലേ കാണത്തുള്ളൂ. പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ, അവർക്ക് വേണ്ടുന്ന രീതിയിൽ എനിക്ക് അവർക്ക് കാര്യങ്ങൾ കൊടുത്തേ പറ്റത്തുള്ളൂ. ഇതിന് മുമ്പ് നീ എന്നെ പലതവണ സഹായിച്ചിട്ടുണ്ട്, അപ്പോഴെല്ലാം ഞാൻ നിനക്ക് താങ്ക്സ് പറഞ്ഞിട്ടില്ലേ, അല്ലെങ്കിൽ നിന്റെ ഡിസൈൻ കൊള്ളാമെന്ന് പറഞ്ഞിട്ടില്ലേ, പക്ഷേ ഇത് അത്ര പോരാ. ഓക്കെ ആദർശേട്ടാ, ഞാൻ എൻ്റെ പരാജയം സമ്മതിക്കുന്നു, നാളെ എന്തായാലും ഞാൻ ഓഫീസിലേക്ക് വരാം. അതെ, ഓഫീസിൽ വന്നു കഴിയുമ്പോൾ എന്തായാലും അവരുടെ ഡിസൈൻ കണ്ടിട്ട് നിൻ്റെ ഡിസൈനിൻ്റെയും അവരുടെ ഡിസൈൻ്റെയും പോരായ്മ എന്താണെന്ന്, അതായത് നിനക്ക് അവരുടെ ഡിസൈൻ കണ്ടിട്ട് പോരായ്മകൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമാണല്ലോ, അപ്പം നീ എന്തായാലും വന്ന് കണ്ടു നോക്കുക എന്ന് ആദർശ് പറയുന്നു. തുടർന്ന് ഓഫീസിൽ അബി പവിത്രയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് അബി പവിത്രയോട് പറയുകയാണ് നാളെ ക്ലയൻറ്റ് വരുമ്പോൾ അവരെ എന്തായാലും സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പവിത്ര പറയും എന്തായാലും മാഡം നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള ആളല്ല, കഴിവും ബുദ്ധിയും എങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ നയന മേഡത്തെ കഴിഞ്ഞിട്ടേ ഉള്ള ആൾ, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. പവിത്രേ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കളം പിടിച്ചെടുക്കാം. അപ്പം പവിത്ര ചോദിക്കും നമ്മൾ വരച്ച ഡിസൈൻ ഇതുപോലെ ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അത് നമ്മൾ എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെടുത്തിയേ പറ്റത്തുള്ളൂ, കാരണം രാത്രി പകലാക്കി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ അവതരിപ്പിച്ചേ പറ്റുള്ളൂ. ഓക്കെ സാർ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് പവിത്ര അങ്ങ് പോവുകയാണ്. തുടർന്ന് ആദർശ് നയനയും ഓഫീസിലേക്ക് വരുന്നു. ഓഫീസിലേക്ക് വരുമ്പോൾ ഇതുപോലെ നയനയോട് പറയുന്നുണ്ട് ആദർശ് ഓരോരോ പുതിയ ക്ലയൻറ്റ്സ് വരുമ്പോഴും ഓരോ ടെൻഷനാണ്, അവർക്ക് എങ്ങനെ അവതരിപ്പിക്കുക, അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം എനിക്കിങ്ങനെ മനസ്സിലിട്ടിട്ട് ഭയങ്കര ടെൻഷൻ വരുന്നുവെന്ന് ആദർശ് നയനയോട് പറയുന്നു. അപ്പോൾ നേരെ പവിത്രയുടെ അബിയുടെ എടുത്ത് എന്നിട്ട് ഡിസൈൻ കാണിക്കാൻ പറയുകയാണ്. അപ്പോൾ അവർ വരച്ച ഡിസൈൻ എടുത്ത് കാണിക്കും. അപ്പം ഇത് കണ്ടിട്ട് ആദർശിന് കിളി പോകും. സത്യം പറഞ്ഞാൽ ആദർശിന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും ആ ഡിസൈന്. അതായത് എലഗൻ്റാണ്, അതുപോലെ തന്നെ സിമ്പിളുമാണ് എന്നുള്ള കാര്യം നോക്കി കഴിയുമ്പോൾ ആദർശിന് ഇഷ്ടമാവും. അപ്പം എന്നിട്ട് ആദർശ് നയന വരച്ച ഡിസൈൻ എടുത്ത് അബിയെ കാണിക്കും. അബി ഇതെടുത്ത് നോക്കുമ്പോൾ അവർ വരച്ച ഡിസൈനേക്കാട്ടിൽ ഒന്നുകൂടെ ബെറ്റർ ആണെന്ന് അബിക്ക് മനസ്സിലാവും. പക്ഷേ അപ്പോൾ ആദർശിനോട് അബി ചോദിക്കും ഇത് ഏട്ടൻ ഇഷ്ടമായോ എന്ന് ചോദിക്കും. എനിക്ക് അത്ര പോരാ എന്ന് തോന്നി, ക്ലയൻറ്റിന് ഇഷ്ടപ്പെടുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു.
അപ്പോൾ ഇത് കേട്ടിട്ട് അഭിയും പറയും അതെ അതെ എനിക്കും തോന്നുന്നില്ല അങ്ങനെ ക്ലയൻറ്റിന് ഇഷ്ടപ്പെടുമെന്ന്. ഇത് കേട്ടിട്ട് നയന പറയും അത് സിമ്പിൾ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത് എന്ന് പറയുന്നു. അപ്പോൾ പവിത്ര ഇങ്ങനെ ഇടപെട്ടിട്ട് പറയും മാഡം വരച്ചതിൽ ഏറ്റവും മോശം ഡിസൈൻ ഇതാണ് എന്ന് പറയുന്നു. നയന പറയും ഇതുപോലെ എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ നല്ലതുപോലെ വരയ്ക്കണമെന്ന് പറ്റുമെന്ന് തോന്നുന്നില്ലോ എന്ന് പറയുന്നു. അപ്പോൾ ആദർശ് പറയും സാരമില്ല, നീ ഇതുപോലെ ഇനിയിപ്പോൾ അവസരങ്ങളുണ്ടല്ലോ, നീ വരച്ചത് ഇനിയും ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റുതിരുത്തി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ എന്ന് ആദർശ് പറയുന്നു. തുടർന്ന് അവർ ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനിയും നന്ദൂടി ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പോൾ അനിയോട് ഓരോ കാര്യങ്ങളെയും സംസാരിച്ച് വരുന്നു. നന്ദുവിൻ്റെ വീട്ടിൽ എന്താണ് പ്രശ്നമെന്ന് ഇങ്ങനെ ചോദിക്കുക അനി. അപ്പോൾ എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല, എൻ്റെ വീട്ടിലെ കാര്യത്തിലൊന്നും നീ ഇടപെടേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദു അനിയെ വഴക്ക് പറയുന്നു. ഇവർ സംസാരിച്ചുകൊണ്ട് വരുമ്പം നന്ദുവിൻ്റെ കൂട്ടുകാരൻ വരും. കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വരാമെന്ന് അനിയോട് പറഞ്ഞിട്ട് നേരെ കൂട്ടുകാരൻ്റെ അടുത്ത് എന്നിട്ട് എനിക്ക് 1,00,000 രൂപ എത്രയും പെട്ടെന്ന് വേണോടാന്ന് പറയുന്നു. അപ്പം കൂട്ടുകാരന് ഇതുപോലെ സഹതാപം പറയും ഒന്നാമത് നിനക്കറിയാമല്ലോ എൻ്റെ ഈ വണ്ടി വരെ പണയത്തിലാണ്, ഞാനൊരു 10,000 രൂപ പോലും ആരും ചോദിച്ചാൽ തരത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇത് അനി കേട്ടിട്ട് അവിടെ നിൽപ്പുണ്ട്. അനി വന്നിട്ട് പറയും പൈസ പ്രശ്നമാണല്ലേ, എന്തായാലും ഞാൻ തന്ന് സഹായിക്കാമെന്ന് പറയുന്നു. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒന്നാമത് എൻ്റെ 2 ചേച്ചിമാർ നിൻ്റെ ഏട്ടത്തിയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് സഹായം ചെയ്തതല്ല, നിങ്ങളുടെ കയ്യിൽ നിന്നൊരു സഹായം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരോട് കൂട്ടുകാരനോട് കയറി അനിയോട് പിണങ്ങിയിട്ട് പോവുകയാണ് നന്ദു. തുടർന്ന് ഓഫീസാണ് കാണിക്കുന്നത്. ഓഫീസിൽ ഇങ്ങനെ നയനയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനു മുമ്പ് പലതും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്രാവശ്യം ഒന്നും ചെയ്യാൻ പറ്റിയില്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നയനയെ കളിയാക്കും. അപ്പം ആദർശ് പറയുന്നു ഇത്തവണ അവൾ വരച്ചത് മോശമായി പോയെന്നും പറഞ്ഞ് ഇതിനു മുമ്പ് പലതവണ അവൾ എന്നെ സഹായിച്ചതും രക്ഷപ്പെടുത്തിയതുമാണ്, അതുകൊണ്ട് നീ അവളെ അത്ര കുറച്ചാക്കുകയൊന്നും വേണ്ട എന്ന് അബിയോട് തിരിച്ചു പറയുകയാണ് ആദർശ്. ഇത് കേട്ടിട്ട് അബി പറയും അതെൻ്റെ കുഴപ്പമല്ലോ, ഇതിനു മുമ്പ് ഏട്ടൻ എന്നെ ഈ ജോലി ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫീസിലെ സ്റ്റാഫ് വന്നിട്ട് പറയും ഇതുപോലെ ക്ലയൻറ്റ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് നേരെ പോയി കഴിഞ്ഞിട്ട് അബിയും പവിത്രയും വരച്ച ഡിസൈൻ കാണിക്കുകയാണ് ആദർശ്. അപ്പോൾ അവർ ഡിസൈനൊക്കെ എടുത്ത് വെച്ച് നോക്കും. ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച ഡിസൈൻ അല്ല, ഇത് ഞങ്ങൾ പറഞ്ഞത് സിമ്പിളുമായിരിക്കണം, എലഗൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞത്. ഇത് ഒട്ടും ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്കല്ല വന്നത്. ഡിസൈനുള്ളതൊക്കെ കൊള്ളാം, പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ ടൈപ്പ് അല്ല. ഇനി ഒരു പരീക്ഷണത്തിന് ഞങ്ങളില്ല, ഞങ്ങൾ വേറെ നോക്കുകയാണ്. പലതവണ ഞങ്ങൾ പറഞ്ഞതാണ്, ഇതിന് മുമ്പ് തവണ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ഉദ്ദേശിച്ചത് എന്തായാലും ഇതിനകത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല, ഞങ്ങൾ പോവുകയാണ് എന്നും പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശിൻ്റെ തൊട്ടടുത്ത് നയന നിൽപ്പുണ്ട്. അപ്പോൾ നയന പറയും സാർ ഞാനൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്, അത് കാണിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഒന്നാമത് ആദർശ് മനസ്സ് വിചാരിക്കും ഇവളെന്താ ഈ കാട്ടി കൂട്ടുന്നത്, ഒന്നാമത് ഡീല് പോയിരിക്കുകയാണ്, അതിനിടയ്ക്കുള്ള ഇത് നശിപ്പിക്കുക എന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേക്കിങ്ങനെ നയന ഡിസൈൻ എടുത്ത് കാണിക്കും. ഡിസൈൻ എടുത്ത് കണ്ടു കഴിയുമ്പോൾ ക്ലയൻറ്റിൻ്റെ കിളി പോവും. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അടിപൊളി ഡിസൈനാണ്. അപ്പം ക്ലയൻറ്റ് ചോദിക്കും ഇത്രയും നല്ല ഒരു ഡിസൈൻ ഇവിടെ ഇരുന്നിട്ടാണോ ഞങ്ങളെ ആ പന്ന ഡിസൈൻ കാണിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് അബിയും പവിത്ര എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ കിളി പോയി നിൽക്കുക. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ ഡിസൈനാണ്. ഇപ്പോൾ ഇത്രയും നല്ല മേഡത്തെ ഇവിടെ വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ഇത്രയും നല്ല ഡിസൈൻ വെച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്, എന്തായാലും ഈ മേഡം ഈ കമ്പനിക്ക് ഒരു അസറ്റ് തന്നെയാണ്. അപ്പോൾ നവ്യെ ഇങ്ങനെ നയനെ അങ്ങ് പുകഴ്ത്തി പറയുക ഇതുപോലെ ക്ലയൻറ്റ്. അപ്പോൾ ഇത് കേട്ടിട്ട് അബിക്കും പവിത്രയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അബിയും പവിത്രയും പിണങ്ങി അങ്ങ് പോയി കഴിയുമ്പം ക്ലയൻറ്റിന് അത് എവിടെയാണ് എഗ്രിമെൻറ്റ് ഒപ്പിടാനുള്ളതെല്ലാം എടുക്കുമെന്ന് പറയുന്നു. ക്ലയൻറ്റ് എഗ്രിമെൻറ്റ് ഒപ്പുവെക്കുന്നു. അവർക്ക് ഡിസൈൻ ഇഷ്ടപ്പെടുന്നു. അവർ സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്ന അബിയുടെ ക്യാബിനാണ്. അബിയുടെ ക്യാബിനിൽ ഇങ്ങനെ പവിത്രയെ അബിയോട് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. വീട്ടിലും ഓഫീസിലും അയാൾ എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പവിത്രയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ നിന്നോട് ഞാൻ പറഞ്ഞ ഡിസൈൻ നീ വരച്ചില്ല, നിനക്കിഷ്ടമുള്ള രീതിയിൽ നീ വരച്ചു വെച്ചു. അതെന്താ സാർ അങ്ങനെ പറയുന്നത്, ഞാൻ സാറ് പറഞ്ഞ രീതിയിൽ തന്നെ അല്ലേ ചെയ്തത്, അല്ലാതെ സാർ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതുമാത്രമല്ല എനിക്കിപ്പം ഇതിൻ്റെ പേരിൽ എനിക്ക് ജോലി പോയാലും നഷ്ടപ്പെട്ടാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നു. അതല്ല, അവൾ വീണ്ടും എൻ്റെ മുന്നിൽ ജയിക്കുകയാണ്. എത്ര തവണയായി ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവൾ എന്തോ ദുർമന്ത്രവാദിനിയാണ്. അവൾ ചെയ്യുന്നതെല്ലാം ഇത്രയും ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാർഗം കാണും. ഇനിയിപ്പോൾ ആദർശേട്ടൻ്റെ മനസ്സിൽ കയറി കൂടാൻ അവൾക്ക് ഒരു അവസരം കൂടെ ആയെന്ന് പറയുന്നത്. അപ്പോൾ പവിത്ര ചോദിക്കും അവർ തമ്മിൽ പിണക്കം വല്ലതുണ്ടോ, അല്ല പിണക്കമായാലും ഇനി അവൻ തമ്മിൽ ഒന്നുകൂടെ അടുക്കത്തേ അല്ലേ ഉള്ളൂ എന്നിങ്ങനെ അബി പറയുകയാണ്. അപ്പോൾ പറയും ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് സാർ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു കഴിഞ്ഞു, ഇനിയിപ്പം സാർ പേടിക്കേണ്ട, നമുക്ക് ഇനി അവസരം കിട്ടും. ഇനി എത്ര അവസരം കിട്ടിയെന്ന് പറഞ്ഞാലും ഇനി ഒരു പക്ഷേ അവൾ ഇതിൽ കൂടുതൽ ബെറ്റർ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും. എന്നിട്ട് അബി പറയുന്നുണ്ട് എന്നെ ഈ കമ്പനിയിലെ വെറും ഒരു ശമ്പളക്കാരിയാക്കിയത് അവൾ ഒറ്റയൊരുത്തിയാണ്, ഇതിനെല്ലാം തിരിച്ചടി ഞാൻ കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തുടർന്ന് കനകയുടെ വീടാണ് കാണിക്കുന്നത്. കനകയുടെ വീട്ടിൽ എല്ലാം അളക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അളവുകാർ വന്ന് ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കുറേശ്ശെ അളന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു.
അപ്പോൾ കനക വീടിനകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് നോക്കുന്നുണ്ടേ എന്തോ ആ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ പറയും നിർത്ത് ഇതെല്ലാം ഇതെന്താ നിങ്ങൾ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ കളന്നുകൊണ്ടിരിക്കുന്ന ആൾ പറയും ഗോവിന്ദേട്ടൻ പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയും. അപ്പം ഗോവിന്ദേട്ടന് അങ്ങോട്ട് വരും, ഇനിയും വേറെ മാർഗ്ഗമില്ല കനകെ, നമുക്കിനിയിപ്പോൾ ഈ കടം വീട്ടാൻ ഒരു വഴിയില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഈ വീടും വസ്തുവും വിൽക്കാമെന്ന് വിചാരിച്ചു. ഇനിയും മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാൻ വയ്യ. ഒന്നാമതേ മെമ്പറും എല്ലാവരും വന്ന് ഇനിയും ഇതിൽ കൂടുതൽ നാണം കെടാനുള്ള സാഹചര്യം ഉണ്ടാകാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാന മാർഗ്ഗം എന്ന രീതിയിൽ ഈ വീട് വിൽക്കുകയാണ്. അപ്പം നന്ദു അവിടേക്ക് വരുന്നു. നന്ദു ഇതെല്ലാം കേൾക്കുന്നു. കനക പറയുകയാണ് ഞാൻ ഒന്നാമതേ കല്യാണം കഴിച്ചു വന്ന വീടാണ്, ഇത് വിൽക്കണം അല്ലെങ്കിൽ വിറ്റുപോയി കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഗോവിന്ദേട്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സാഹചര്യം. ഗോവിന്ദ് അവിടേക്ക് മാറി എന്നൊക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. തുടർന്ന് ഇതുപോലെ എപ്പിസോഡ് കാണുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.